നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് ജൂൺ 23 നമ്മൾ ചലഞ്ച് തുടങ്ങിയിട്ട് 25ാമത്തെ ട്രേഡിംഗ് ഡേ ആണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാനൊരു ട്രേഡ് ക്യാരി ഫോർവേഡ് ചെയ്തിരുന്നെന്ന് പറഞ്ഞു നിങ്ങളോട്. ആ ട്രേഡാണിത്. നമ്മൾ ഏകദേശം അത് ഇന്ന് എക്സിറ്റ് ചെയ്തത് 11,800 രൂപ ലോസിലാണ് എക്സിറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയുന്നതായിരുന്നു ഫസ്റ്റ് ട്രേഡ്. അതിനുശേഷം ഒരു ട്രേഡും കൂടി തീരെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതും ലോസിൽ എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷമാണ് ഞാൻ സെൻസെക്സിൽ ട്രേഡ് എടുത്തത്. സെൻസെക്സിൽ 76,500 പി ഞാൻ എടുത്ത ടൈം ഓർഡേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഇതാ 11-18 സെൻസെക്സിൽ ഫസ്റ്റ് ട്രേഡ് എടുത്തത് 11-15 എടുത്തിട്ടുണ്ടായിരുന്നു. അല്ല 10:59 എടുത്ത് 11:15 അത് എക്സിറ്റ് ചെയ്യുകയും ചെയ്തു. ലോസിൽ ആ ട്രേഡും ലോസിലാണ് എക്സിറ്റ് ചെയ്തത്. 300 ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം എല്ലാം കൂടിയിട്ട് നമുക്കൊരു 10-15,000 അടുത്ത് ലോസ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ എക്സാക്ട്ലി 11-18 ഈ 11-18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം. നമ്മുടെ മാർക്കറ്റിൻ്റെ ഏറ്റവും ടോപ്പ് ലെവല് എന്താ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ആ റിവേഴ്സിൽ തുടങ്ങണ ക്യാൻഡിലിന് ഞാൻ ട്രേഡ് എടുത്ത്. ഇവിടുന്ന് 11-18 എക്സാക്ട്ലി ഈ ക്യാൻഡിലിന് ഞാൻ ട്രേഡ് എടുത്ത്, ഈ ടോപ്പ് ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിലിൽ. ആ ക്യാൻഡിൽ ട്രേഡ് എടുത്ത് ഈ മൂവ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഈ ഒരു ക്യാൻഡിൽ കിട്ടിയപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്ത്. അതല്ല ആ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യായിരുന്നെങ്കിൽ 300 ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 76-നാണ് എടുത്തത്. 121 എക്സിറ്റ് ചെയ്ത്. 121 എക്സിറ്റ് ചെയ്തത് ഈ ഒരു ക്യാൻഡിലിൽ എക്സിറ്റ് ചെയ്ത്. ആ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 567 ആണ്. ഞാൻ 76-ന് എടുത്ത ട്രേഡ് ഇന്ന് ക്ലോസ് ചെയ്തത് 567 രൂപയ്ക്കാണ്. ഇന്ന് കുറച്ച് ദിവസത്തെ ആ സൈഡ് വേസ് മൂവ്മെന്റിന് ശേഷം ഇന്ന് ശരിക്കും ഓപ്ഷൻ ബയ്യേഴ്സിന്റെ ദിവസമായിരുന്നു. റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ എല്ലാ സ്റ്റോപ്പ് ലോസും കവർ ചെയ്തിട്ടാണ് അവർ പോയിരിക്കും ഇന്ന് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നേരം ഇവിടെ ഓപ്ഷൻ സെല്ലേഴ്സ് ഭയങ്കര കോൺഫിഡൻസിൽ സെല്ല് ചെയ്തിരുന്ന സമയമാണ്. കാരണം മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിവസമായിട്ട് ആ റേഞ്ച് കിടന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നായാലും ഇന്നലെ ആയാലും ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് ആയിരുന്നു. വലിയൊരു ഇത്രയും ഒരു 24,165 മുകളിൽ നിന്ന് 24,052 ഈ ഒരു 100 പോയിന്റ് റേഞ്ചിൽ കിടന്നിട്ട് മാർക്കറ്റ് കിടന്ന് കളിക്കുകയായിരുന്നു ഇന്നലെ മുതൽ ഈ ഒരു ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ. ഈ ഒരു ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഒരു ബ്രേക്ക് ഡൗൺ ചെയ്ത് പിന്നീട് അവിടുന്ന് നല്ല സെല്ലിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ മറ്റന്നേക്ക് സെൻസെക്സിന്റെ പൊസിഷനും അടുത്ത വീക്കിൽ നിഫ്റ്റിയുടെ പൊസിഷനൊക്കെ സെല്ല് ചെയ്ത ആൾക്കാർക്ക് നല്ല രീതിയിൽ കറക്റ്റ് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് നല്ല രീതിയിൽ ലോസ് അടിക്കാനുണ്ടായിരുന്നു ചാൻസ് ആണ്. അതേപോലെ ഈ ഒരു ക്യാൻഡിൽ ഏകദേശം 3.5-3.5 ഈ ക്യാൻഡിൽ ഉണ്ടായിട്ടുള്ളത്. ആ സമയത്ത് 23,900 പി ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് 6 രൂപ 7 രൂപയ്ക്കാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ഈ ഒരൊറ്റ ക്യാൻഡിലിൽ അത് 80 രൂപയ്ക്ക്, അതായത് ഒറ്റ 3 മിനിറ്റ് കൊണ്ട് അത് 10 ഇരട്ടിയാണ് എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഈ ഒരു ക്യാൻഡിലും ആരും പ്രതീക്ഷിക്കാത്ത ക്യാൻഡിലായിരുന്നു. അപ്പോൾ അന്ന് ശരിക്കും റിറ്റെയിലേഴ്സിന്റെ എല്ലാ സ്റ്റോപ്പ് ലോസും എടുത്ത് ഓപ്ഷൻ അത്രയും കോൺഫിഡൻ്റ് ആയി സെല്ല് ചെയ്തിരുന്ന ഓപ്ഷൻ സെല്ലേഴ്സിനൊക്കെ ട്രാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. നമ്മൾ ഓവറോൾ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 3,285 പ്രോഫിറ്റ്, അതിലൊരു 1,100-1,200 രൂപ ചാർജസ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. കാരണം തലങ്ങും വിലങ്ങും ട്രേഡ് എടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ചാർജസ് ലോസ് ആയിട്ടുണ്ട്. അപ്പം എല്ലാം കഴിഞ്ഞാലൊരു 43,000 നമുക്ക് പ്രോഫിറ്റ് അല്ല, നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. 45,000 മിനിമം ഇനി ഒരു 2,000 രൂപയോളം കൂടി മതിയാവും ഉണ്ടാവും. നാളെ ഞാൻ എക്സാക്ട് സെറോദയിലുള്ള ഫണ്ട് റിവീൽ ചെയ്ത് തരാം.
ഇന്നിപ്പോൾ നമ്മൾ ഇന്നലത്തെ ക്യാരി ഫോർവേഡ് പൊസിഷനുള്ള കാരണം ഫണ്ട് ക്ലിയർ ആയി കാണില്ല. ഇപ്പോൾ ഇതിൽ കാണിക്കുകയാണെങ്കിൽ 29,900 പിന്നെ യൂസർ മാർജിനൊക്കെ കൂടിയിട്ടാണ് കാണിക്കുക. അപ്പോൾ ഇന്നലെ 29,900 പിന്നെ ഒരു 3,000 റുപ്യ ഇതെല്ലാം കൂടിയിട്ടായിരുന്നു ഇന്നലെ 7,500 റുപ്യ ലോസിൽ. ആ 7,500 റുപ്യ ലോസൊക്കെ കൂടി കവർ ചെയ്തിട്ടാണ് നമ്മളിന്ന് പ്രോഫിറ്റ് ലോട്ടിൽ പോകുന്നിരിക്കുന്നത്. അപ്പോൾ ആ ലോസ് ഉണ്ടാവുന്നതിന് മുന്നേ നമ്മളുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 41,000 ആയിരുന്നു. ആ 41,000 കവർ ചെയ്തിട്ട് നമുക്ക് ഏകദേശം 1,100 2,200 റുപ്യ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ മന്ത് ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. നമ്മൾ 2-3 പ്രാവശ്യം അച്ചീവ് ചെയ്യാനായിട്ട് ഒരു പ്രാവശ്യം അച്ചീവ് ചെയ്തിട്ട് 52,000 സംതിങ്ങിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വന്നതാണ്. ഇത് ചാർട്ട് കാണിച്ചു തരാം. ഇതാ ഈ ഒരു അപ്പ് മൂവ് നമുക്ക് കറക്റ്റ് ഇവിടുന്ന് മുതൽ ഇതുവരെ നമുക്ക് നമ്മുടെ ഓപ്ഷൻ ബയേഴ്സിൻ്റെ ടൈമിൽ നന്നായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ടൈമാണ്. 53,900 വരെ വന്ന് പിന്നീട് താഴോട്ട് വന്ന് പിന്നെ ഏകദേശം നമ്മൾ ടാർഗറ്റിനോട് അടുത്ത് വീണ്ടും താഴോട്ട് പോയി ഇപ്പോൾ വീണ്ടും തിരിച്ച് ടാർഗറ്റിലോട്ട് തിരിച്ച് എത്തുന്നുണ്ട്. ഈ 45,000 ആണ് നമ്മൾ ഈ മന്ത് ടാർഗറ്റ്. ഓക്കെ, ഈ ജൂണിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 45,000 ആണ്. 43,000 ആയിരിക്കുന്നത്. ജൂലൈയിൽ നമ്മൾ എക്സ്പെക്റ്റഡ് ടാർഗറ്റ് 67,000 ആണ്. ഓക്കെ, അതായത് 50% കൂടി ഇത് കൂടെ കൂടും. ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെ പ്ലാൻ അനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ചില ദിവസങ്ങളിൽ നമ്മളുടെ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ ആസ് പാർട്ട് ഓഫ് ദ ട്രേഡിംഗ് ആണ്. ഇപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നാളെ ഞാൻ എക്സാക്റ്റ് ക്യാപിറ്റലും എല്ലാം കൂടിയിട്ട് നാളത്തെ ട്രേഡിൽ പറഞ്ഞു തരാം. മാർക്കറ്റ് 2 ചാൻസ് ഉണ്ട്. ഒന്ന്, ഇന്നലെ മാർക്കറ്റ് ഏകദേശം 21,100, 21,150 ആ റേഞ്ചിലായിരുന്നു ട്രേഡ് ചെയ്തിരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഇന്നലെ ആ പൊസിഷനിൽ ഇന്നലെ കോൾ സെല് ചെയ്തിട്ടുണ്ട് നല്ല കോൾ റൈറ്റേഴ്സ്. അതേപോലെ ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ അവർ പുട്ടും സെല് ചെയ്തിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത് ഇനി വരും ദിവസങ്ങളിൽ വലിയൊരു മൂവ്മെന്റ് ഇല്ലാതെ താഴോട്ട് മൂവ്മെന്റ് വരാൻ ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ ഇന്നത്തെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡൗൺവേർഡ് മൂവ്മെന്റിന് ചാൻസും കാണുന്നുണ്ട്. ഓപ്ഷൻ റൈറ്റേഴ്സ് മനഃപൂർവ്വം ഈ മാർക്കറ്റ് താഴോട്ട് കൊണ്ടുവന്നാണെന്ന് വെച്ചെങ്കിൽ പിന്നെ അതേപോലെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ട്. ഇതാ ഈ ഏരിയ ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ മാർക്കറ്റ് താഴോട്ട് വന്നിട്ട് ഏരിയ ഫില്ല് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഇനി മുകളിലോട്ട് പോകാൻ ചാൻസ്. അല്ലെങ്കിൽ എന്തായാലും മാർക്കറ്റിൽ നല്ല രീതിയിൽ മാനിപ്പുലേഷനും നടക്കുന്നുണ്ട്. അവർ ഹെവി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓപ്ഷൻ സെല്ലേഴ്സ് നല്ല രീതിയിൽ അവർക്ക് വേണ്ട പോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാനും ചെയ്യുന്നുണ്ട്. നമ്മൾ റീറ്റെയിലേഴ്സ് നന്നായിട്ട് ട്രാപ്പ് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. ഇതേപോലത്തെ മൂവ്മെൻറ്റ്സ് അവരുടെ കൂടെ ക്യാച്ച് ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക. ഇപ്പോൾ നല്ല മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അത് ഹോൾഡ് ചെയ്തിരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ദിവസമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുക. എല്ലാ ദിവസവും നമുക്ക് അനുകൂലമായിരിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് അനുകൂലമായിരുന്ന ദിവസങ്ങളിൽ പ്രോഫിറ്റ് മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ട്രേഡിങ്ങിൽ. അപ്പോൾ നാളത്തെ അപ്ഡേറ്റ് നാളെ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.